ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ഫ്രൈ പാനിൽ വെച്ചിട്ട് 15 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കുക്കീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ഫ്രൈ പാനിൽ ഞാനൊരല്പം ബട്ടർ ഒന്ന് തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് ഈ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വരുന്നത് വരെ ഒരു ഫോർക്ക് കൊണ്ടോ ഒരു വിസ്ക് കൊണ്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും പഞ്ചസാര നന്നായി മെൽറ്റായി ബട്ടർ നല്ല ഫ്ലഫി ആയിട്ട് വരും. ഈ സമയം ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും അതുപോലെ 3 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ വിസ്ക് കൊണ്ട് തന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിൽ പറഞ്ഞിട്ടുള്ള അളവിൽ തന്നെ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് പാലൊന്നും ചേർക്കേണ്ട ആവശ്യമേ വരുന്നില്ല. കറക്റ്റ് നല്ല ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ തന്നെ നമുക്ക് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കുഴച്ചെടുത്ത മാവിലേക്ക് ഞാൻ അല്പം ചോക്ലേറ്റ് ചിപ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ മാവ് എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ ബട്ടർ തടവി വെച്ചിട്ടുള്ള ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോ കുക്കീസും അല്പം ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ കുക്കീസ് വെച്ചിട്ടുള്ള ഫ്രൈ പാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം 15 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് പ്രശ്നമില്ല. ചൂട് മാറി കഴിയുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ 15 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രഞ്ചി ആയിട്ടുള്ള കുക്കീസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.